ായും വരും. കാര്യങ്ങൾ ഇപ്പോൾ ആ വഴിക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഭാവിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമാവും ഉണ്ടാവുക എന്ന ഒരു നില വന്നാൽ അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടത്തെ സാധാരണക്കാരന്റെ ഒരു സ്വന്തം കാർ എന്ന ആഗ്രഹത്തിന് അത് വലിയ വിലങ്ങുതടിയായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. നിലവിൽ BS7 മാനദണ്ഡങ്ങൾ എപ്പോൾ മുതൽ പ്രാബല്യത്തിൽ ആവും എന്ന് വ്യക്തമല്ല എങ്കിലും യൂറോ 7നെ പിന്തുടർന്ന് 2025 ജൂലൈ 1 മുതൽ നടപ്പിലായേക്കുമെന്ന് കരുതപ്പെടുന്നു. ഇത് പ്രാബല്യത്തിൽ ആവുന്നതിന് മുമ്പ് ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ചർച്ച ചെയ്യാൻ കേന്ദ്ര ഗതാഗത മന്ത്രി എല്ലാ കാർ നിർമ്മാതാക്കളുമായും കൂടിക്കാഴ്ചകൾ നടത്തിയേക്കും. മുൻപ് BS6 മാനദണ്ഡങ്ങൾ നിലവിൽ വന്നപ്പോൾ സംഭവിച്ചതുപോലെ രാജ്യത്ത് തലങ്ങും വിലങ്ങും വൻ അഴിച്ചുപണികളും നവീകരണവും വീണ്ടും സംഭവിച്ചേക്കാനും സാധ്യതയുണ്ട്. ഈ മാനദണ്ഡങ്ങൾ കാറുകൾക്ക് മാത്രമല്ല, ഇരുചക്രവാഹനങ്ങൾ മുതൽ വാനുകൾ, ബസ്സുകൾ, ലോറികൾ എന്നിങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന വാഹനങ്ങളെയും ബാധിച്ചേക്കാം. ഓൺ റോഡ് എമിഷൻ ടെസ്റ്റിന്റെ കൃത്യത